വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇന്ന് 79 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ന് ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. വിശ്വസ്ത രാജ്യസ്നേഹികളുടെ ദീർഘനാളത്തെ അധ്വാനം സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലുണ്ട്. അനേകർ അതിനായി മരിച്ചു വീണു. അനേകർ ജയിലറകളിൽ തള്ളപ്പെട്ടു. എങ്കിലും സ്വാതന്ത്ര്യം എന്നത് അവരുടെ ഉറച്ച സങ്കല്പമായിരുന്നു. അതാണ് 1947 ആഗസ്റ്റ് 15 പൂവണിഞ്ഞത്. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനു വേണ്ടി പൊരുതി ജീവൻ ബലിയർപ്പിച്ച എല്ലാവരെയും ഈ ദിനം ധന്യതയോടെ ഓർക്കുന്നു. ലഭിച്ച സ്വാതന്ത്ര്യം എന്നും വിലപ്പെട്ടതായി സംരക്ഷിക്കുവാൻ ഈ ദിനം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സൃഷ്ടിയിൽ മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ച് പുറപ്പാട് സംഭവത്തിലൂടെ അടിമത്തത്തിലായ ജനത്തിന് വിമോചനം നൽകി ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനായി അവതരിച്ച് പാപബന്ധനത്തിൽ നിന്നും സർവസൃഷ്ടിക്കും സ്വാതന്ത്ര്യം നൽകിയ ദൈവത്തെയാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ജഡത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് അവസരമാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിച്ച് മുന്നേറുന്നതിന് പരസ്പരം കൈകോർക്കുന്ന നാളുകളായി മുന്നിലുള്ള ദിവസങ്ങൾ തീരട്ടെ. അതോടൊപ്പം ക്രിസ്തുവിൽ കൂടി ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ഉള്ളിൽ വഹിക്കുന്ന നമുക്ക് രാജ്യപുരോഗതിക്കായി ചുമല് കൊടുക്കുകയും ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് വായിക്കുന്നു. അതായത് സ്വാതന്ത്ര്യം നൽകുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, പിന്നെയോ അത് ആത്മീയ സ്വാതന്ത്ര്യമാണ്. കർത്താവിൽ കൂടി ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചില തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. 1. ഫ്രീഡം ഫ്രം ഫിയർ, ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഭയപ്പെടുത്തുന്ന അനേക സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. പശ്ചിമേഷ്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നു. ഭയം സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. ഭയം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു. ഭയത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ ലഭിക്കും? വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളാണ് ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട എന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 365 തവണയാണ് ധൈര്യം നൽകുന്ന ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ തിരുജന്മ വാർത്ത ഈ ലോകത്തെ അറിയിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട. ലൂക്കോസ് 2:10. കടലിൽ തിരകൾ അടിച്ചു മുങ്ങുവാൻ തുടങ്ങുന്ന പടകിനടുക്കൽ വെള്ളത്തിന് മുകളിൽ കൂടി നടന്ന് കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറയുന്നത് ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ക്രൂശുമരണത്തെ തുടർന്ന് അവനെ അടക്കിയ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണാതെ ഭയന്ന് സ്ത്രീകളോട് ദൂതൻ പറയുന്നത് ഭയപ്പെടേണ്ട. മത്തായി 28:5-6 വാക്യങ്ങൾ. നാം പ്രതിസന്ധികളാൽ വലഞ്ഞ് നിരാശയിൽ വീഴുമ്പോൾ, വേർപാടുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മളുടെ ഏകാന്തതയിൽ, കഠിനമായ രോഗ അവസ്ഥയിൽ, പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ തകർക്കുമ്പോൾ, യുദ്ധത്തിൻ്റെ കെടുതിയിൽ വീഴുമ്പോൾ കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ എല്ലാ നാളുമുണ്ട് എന്ന്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കൂരിൽ താവിൽ കൂടി നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ദാവീദിനോട് ചേർന്ന് നമുക്കും ഈ പ്രഭാതത്തിൽ പറയാം, സകല ഭയത്തിൽ നിന്നും എന്നെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. 2. ഫ്രീഡം ഫ്രം സിൻ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 8:34. പാപജീവിതം അടിമത്വമാണ്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം. പാപത്തിൽ സ്വാതന്ത്ര്യം ഒരിക്കലും പാപത്തിൽ വീഴാതിരിക്കുന്ന അവസ്ഥയല്ല. എന്തുകൊണ്ടെന്നാൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പാപം ആണ്. ലോകത്തിൻ്റെ പാപത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടുന്നവരല്ല നാം. പിന്നെയോ ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്നവരാണ്. ദൈവ ഇഷ്ടം പൂർണ്ണമാക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത്.
ക്രൂശുമരണത്തിൽ കൂടി ദൈവ ഇഷ്ടം പൂർത്തീകരിച്ച യേശു പാപ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി നമ്മെ ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു. ക്രൂശിൽ യേശു ഒഴുക്കിയ രക്തമാണ് പാപ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്. 1 പത്രോസ് 1:18 പറയുന്നത്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തം കൊണ്ടത്രേ. തൻ്റെ രക്തം വിലയായി നൽകി പാപ അടിമത്തത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ കർത്താവിന് നന്ദി പറയാം. പൗലോസ് ഓർപ്പിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിനാൽ അതിലുറച്ചു നിൽപ്പീൻ, അടിമനകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഗലാത്യർ 5:1. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു, അധികം തിന്മയായി ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. യോഹന്നാൻ 5:14. കർത്താവെ, എല്ലാ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നടത്തിയ ദൈവത്തിന് നന്ദി, സ്തോത്രം. ആമേൻ.